ശരി. ഇപ്പൊ സാറിന് മനസ്സിലായില്ല ഞാൻ നിരപരാധിയാണെന്ന്. സാറിന് ദോഷം വരുന്ന എന്തെങ്കിലും നടത്താൻ ഞാൻ സമ്മതിക്കും. കേസ് ഒത്തുതീർപ്പാക്കല് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ദീർഘവീക്ഷണമുള്ളതുകൊണ്ടാ. കോടതിയിൽ കിടക്കുന്ന കേസാ, എന്ന് തീരുന്ന ആർക്കറിയാം. ഒരുപാട് കൊല്ലം സമയമെടുത്താ അത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച ഞാൻ ഒത്തുതീർപ്പിന് നിർബന്ധിക്കുന്നത്. ഒരു നിമിഷം താനും എന്നെ ചതിക്കുകയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. സാറിന്റെ നല്ല കാലത്ത് ഞാൻ കൂടെ നിന്നു, ദോഷകാലത്ത് ഞാൻ കൂടെ ഉണ്ട്. ഇന്ന് വരെ ഞാൻ സാറിനോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? ഇനിയും കാണിക്കില്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ആളാ സാറാ ഞാൻ. സാർ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നും സാറിന്റെ വിശ്വസ്തൻ തന്നെയായിരിക്കും ഞാൻ. അത് മാറണമെങ്കിൽ സ്വാമി മരിക്കണം. ശ്രുതി മോളെ, മോളെ ഞാൻ എല്ലാരോടും പിണക്കാം. എന്തു പറ്റി? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ പറയല്ലേ മോളെ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എന്നിട്ടെന്താ എന്നെ ആരും ടൂർ കൊണ്ടുപോകാത്തത്? എന്റെ ഫ്രണ്ട്സ് മുഴുവൻ ടൂർ പോയി. അത്രേ ഉള്ളോ? അടുത്ത വെക്കേഷന് നമ്മൾ ഉറപ്പായിട്ടും ടൂർ പോവും. വേണ്ട, ഞാൻ വരുന്നില്ല. പെണങ്ങല്ലേ മോളെ? പിണങ്ങും. ഈ ആരോടും ഞാൻ ഒന്നും മിണ്ടില്ല. എന്റെ എല്ലാ ഫ്രണ്ട്സും ടൂർ പോയി എന്റെ പടങ്ങൾ ഇട്ടിരിക്കുക. എനിക്ക് മാത്രം പോകാനൊരു സ്ഥലമില്ല, കൊണ്ടുപോകാൻ ആർക്കും നേരമില്ല. ചീത്ത അമ്മയാ. ഞാൻ ഈ അമ്മയോട് മിണ്ടില്ല. അങ്ങനെ പറയില്ലേ മോളെ. മോളെ കൂടിയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവില്ലേ? മിണ്ടില്ല എന്നല്ലേ പറഞ്ഞത്? എന്നാലേ നമുക്ക് പുറത്ത് പോയി ഐസ്ക്രീം കഴിച്ചാലോ? വേണ്ട, ഞാൻ കൊണ്ടുപോവാം മോളെ. വേണ്ട, എന്നെ ആരും എങ്ങോട്ടും കൊണ്ടുപോണ്ട. അടുത്ത കൊല്ലം എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട. എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്ക്. ഇവിടത്തെക്കാളും നല്ല ഹോസ്റ്റലാ. എല്ലാവർക്കും തിരക്കൊക്കെ ഉള്ളതുകൊണ്ടല്ലേ മോളെ. തിരക്കൊക്കെ കഴിയട്ടെ, നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ട് ടൂർ പോവാം. ശരി, മോൾക്ക് ടൂർ പോണം, അത്രയല്ലേ ഉള്ളൂ. അതിന് പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഒരുപാട് ദിവസമൊന്നും പറ്റില്ല. ഒരു ദിവസം, ഒരു 1 day ട്രിപ്പ്. രാവിലെ പോയാ വൈകിട്ട് തിരിച്ചു വരും. സമ്മതമാണോ? സമ്മതിക്കും മോളെ. ഇപ്പൊ 1 day ട്രിപ്പ്. ഓണത്തിന് നമ്മൾ ലോങ് ട്രിപ്പ് പോവും. എവിടെയാ പോകുന്നത്? അത് അച്ഛൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ശ്രുതിമോളെ പറ്റിക്കില്ലല്ലോ? ഇല്ല. പ്രോമിസ്? പ്രോമിസ്. മുത്തശ്ശി ഒന്നും കഴിച്ചില്ല ഇതുവരെ? ഇല്ല. എന്തൊറ്റി? എനിക്ക് വേണ്ട. അതിന്റെ കാരണമാണ് മുത്തശ്ശി ഞാൻ ചോദിച്ചത്. ഉണ്ടാക്കിയ ഭക്ഷണം മുത്തശ്ശിക്ക് ഇഷ്ടമായില്ലെങ്കിൽ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഒന്നും വേണ്ട. കഴിക്കാത്തതേ ഭക്ഷണം ഇഷ്ടമാവാത്തത് കൊണ്ടല്ല, അത് നീ ഉണ്ടാക്കിയത് കൊണ്ടാ. ഞാൻ പറഞ്ഞ അനുസരിക്കാത്ത ഒരുത്തി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനേ എനിക്ക് മനസ്സില്ല. ഓ, അതായിരുന്നോ കാര്യം? അച്ഛൻ കേട്ടോ മുത്തശ്ശി പറയുന്നത്? ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം വേണ്ടാന്ന്. വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഇവിടെ മോളല്ലാതെ വേറെ ആരാ ഭക്ഷണം ഉണ്ടാക്കാൻ ഇരിക്കുന്നേ? ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി കഴിക്കും. ഞാനിതുവരെ കിടപ്പിലൊന്നും ആയില്ലല്ലോ. എന്റെ കൈക്കും കാലിനും സ്വാധീനക്കുറവുമില്ല. ഓ, എന്ത് വർത്തമാനം അമ്മ ഈ പറയുന്നേ? ദേവിയമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ വയ്യ. പക്ഷേ
ദേവിക മോള് ജോലി എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കഷ്ടം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മ പണ്ട്. ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ ദുർവാശി? ഇത് ദുർവാശിയൊന്നുമല്ല, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഓ, എങ്കിലമ്മ ദേവിക മോൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഇല്ലടാ, അതാണ് നിന്റെ ആഗ്രഹമെങ്കിലേ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. മുത്തശ്ശി, അച്ഛൻ വെറുതെ പറയുന്നതാ. അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പോഴേ പറഞ്ഞു ചിരിക്കാൻ പാകത്തിലെ ഒരു ഉപകരണമാണല്ലോ. ആ, അത് ഞാൻ മാറ്റിത്തരാം. ആരും എന്നെ സഹായിക്കണ്ട, ഭക്ഷണം ഉണ്ടാക്കി തരണ്ട. എനിക്ക് വേണ്ടതേ എന്റെ ശരത്തുമോനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം. അതൊക്കെ വേണോ മുത്തശ്ശി? വേണോടി. നിന്റെ ഒന്നും ഔദാര്യം പറ്റാതെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ അച്ഛ അങ്ങനെയൊക്കെ പറയാൻ പോയത്? പാവം മുത്തശ്ശി. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ശരത്ത് എത്ര ദിവസം ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന? 1-2 ദിവസം കഴിയുമ്പോൾ താനെ വന്ന് കഴിച്ചോളും. മോളെ, സ്വെറ്റർ എടുത്ത് വെക്കണ്ടേ മോളെ? പൊന്മുടിയിൽ നല്ല തണുപ്പല്ലേ? ഏ, അതൊന്നും വേണമെന്നില്ല. ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ലേ അപ്പച്ചി, രാത്രി അവിടെ തങ്ങുന്നില്ലല്ലോ. എന്നാലും ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ. ആ, എന്നാ എടുത്തു വെച്ചേക്ക്. എന്താ പൊന്മുടിയെ കുറിച്ചൊക്കെ പറയുന്നത്? ആരാ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോകുന്നത്? സാറിനോട് പറയാൻ മറന്നു. ഒരു ട്രിപ്പ് പോണമെന്ന് ശ്രുതിമോൾക്ക് ഒരേ വാശി. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. വെക്കേഷൻ അല്ലേ ഡാഡി? പൊന്മുടിയിലേക്കൊന്നും പോകണ്ട, അതൊക്കെ അപകടമാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏറ്റവും അടുത്ത സ്ഥലം നോക്കിയാ പൊന്മുടി നിശ്ചയിച്ചത്. അതുപോലും വേണ്ടെന്ന് പറയുന്നത് ശ്രുതിയോട് കാണിക്കുന്ന ക്രൂരതയാ. ഇക്കൊല്ലം ടൂറിന് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? പോയാൽ എന്താ കുഴപ്പം? കുട്ടികളല്ലേ സർ, അവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ? നമുക്കിപ്പോ സമയം ഒട്ടും നല്ലതല്ല നിരഞ്ജൻ. ശത്രുക്കളാണെങ്കിൽ കൂടിക്കൂടി വരിക. ടൂറിനൊക്കെ പോകുന്നത് നമ്മൾ സന്തോഷിക്കാനല്ലേ, അത് സങ്കടത്തിൽ കലാശിച്ചാലോ? എന്തിനും നെഗറ്റീവ് സൈഡ് മാത്രമേ ഡാഡി കാണൂ. പറയണ്ടായിരുന്നു, സകല മൂടും ഡാഡി കാരണം പോവും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് പോവാലോ. അതിനി എന്നാ? ഞങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റവും ഇല്ല. എന്റെ വാക്കുകൾ ധിഖരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ഇതിൽ കൂടുതൽ എന്ത് പഠിക്കാനാ? സൗത്ത് ഇന്ത്യയിലെ തന്നെ